ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മളൊരു വെറൈറ്റി സിങ്കാണ്. അതായത് നമ്മുടെ ഇപ്പോഴത്തെ വരുന്ന മോഡേൺ കിച്ചണിൽ, അതായത് മോഡുലാർ ടൈപ്പ് കിച്ചണിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് ഗ്ലാസ്സൊക്കെ സെപ്പറേറ്റ് കഴുകാൻ പറ്റുന്ന, എന്നാൽ നോബ് ഷവർ ചെറിയ രീതിയിൽ തന്നെ ഷവർ സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്ന രീതിയിലുള്ള സിങ്കാണ് നമ്മളൊന്ന് പരിചയപ്പെടുന്നത്. അപ്പോൾ സിങ്കിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ പരിചയപ്പെടാം. നമുക്ക് എങ്ങനെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ടിൽറ്റ് ചെയ്യാവുന്ന രീതിയിൽ ഏത് ഡയറക്ഷനിലും യൂസ് ചെയ്യാവുന്ന രീതിയിലുള്ള അതിൻ്റെ ഔട്ട്ലെറ്റാണ് വരുന്നത്. നമുക്ക് ഏത് സെക്ഷനിലേക്ക് വേണമെങ്കിൽ മാറ്റിയാൽ അതിൻ്റെ പ്രഷർ കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതിൻ്റെ സെപ്പറേറ്റ് തുമ്പത്ത് 2 സ്വിച്ചുകൾ വരുന്നുണ്ട്. അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ഏത് സ്ഥലത്തേക്ക് വേണമെങ്കിലും ഈ സിങ്കിൻ്റെ അങ്ങേറ്റം തൊട്ട് ഇങ്ങേറ്റം വരെ ഏത് സ്ഥലത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് അത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾ കാണുന്ന പോലെ തന്നെ എൻ്റെ സെൻറ്ററിൽ കാണാം ഗ്ലാസ് കഴുകാവുന്ന രീതിയിൽ സെപ്പറേറ്റ് ഒരു മൊഡ്യൂൾ വരുന്നുണ്ട്. കണ്ടോ, അതിനോട് ചേർന്ന് തന്നെ വരുന്നത്. പിന്നെ നമുക്ക് ഈ ഏരിയ വരുന്നത് നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ ഏത് വേണം, ഡയറക്റ്റ് വാട്ടറോ അതല്ലെങ്കിൽ ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്ന രീതിയിലുള്ള ഡയറക്റ്റ് ചൂടുവെള്ളമാണെങ്കിൽ ചൂടുവെള്ളം കൊടുക്കാം, അങ്ങനത്തെ രീതിയിൽ ഉപയോഗിക്കാം. ഇതാണ് നമുക്ക് ഗ്ലാസ് വരുന്നത്. ജസ്റ്റ് ഇതിൻ്റെ സെൻറ്ററിൽ വെച്ചതിന് ശേഷം ഞെക്കി കഴിയുമ്പോൾ അതിന് സെൻറ്ററിൽ നിന്നും ഗ്ലാസ് മൊത്തം കഴുകി അതിൻ്റെ ആ കഴുകിയ വേസ്റ്റ് കംപ്ലീറ്റ് സിങ്കിലേക്ക് തന്നെ വീഴുന്ന രീതിയിൽ തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ സൈഡിൽ കാണാൻ പറ്റും, അതിൻ്റെ നോബുകൾ കാണാൻ പറ്റും. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ സോപ്പ് അതുപോലെ തന്നെ അതൊക്കെ നമ്മൾ അതിൻ്റെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ പറയുന്ന നോബ് യൂസ് ചെയ്യും. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് ഷവറിന് വേണ്ടിയിട്ടാണ്. കേട്ടോ, നമുക്ക് വളരെ സിമ്പിളായിട്ട്, അതായത് നമ്മൾ ചെറിയ രീതിയിലുള്ള ഷവർ സിസ്റ്റം കാര്യങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ലെങ്ത്ത് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പച്ചക്കറികളൊക്കെ കഴുകാൻ വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്കത്. അതായത് താഴെ നമ്മൾ ഉപയോഗിക്കുക പച്ചക്കറികൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് കഴുകാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതിൻ്റെ നോബിൻ്റെ ലെങ്ത്ത് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാൻ പറ്റും. ഇനി അതിൽ വേണമെങ്കിൽ ചൂടുവെള്ളം കണക്ട് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം കൺട്രോളിങ് വരുന്ന താഴത്തെ അതിൻ്റെ നോബുകളിലാണ്. നമുക്ക് ഏത് വേണമെങ്കിലും ചൂടുവെള്ളം പച്ചവെള്ളമോ ഏത് വേണമെങ്കിലും നമുക്ക് കണക്ട് ചെയ്യാവുന്ന രീതിയിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഉപയോഗിക്കുന്ന സിസ്റ്റം ഉണ്ടാകും. അപ്പോൾ ഏത് വേണമെങ്കിലും ഹൈ പ്രഷറിലാണെങ്കിൽ ഹൈ പ്രഷറിൽ, ഇനി അതല്ല ഒരു ലോ ലെവലിൽ വേണമെങ്കിൽ അങ്ങനെ, ഇനി പോയിൻറ്റഡ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് അതിൻ്റെ സിങ്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സിങ്കിൻ്റെ ഔട്ട് കാര്യങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. അതിൻ്റെ ഔട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നതിൻ്റെ ഓരോ നോബുകളും. അപ്പോൾ ഇത് നമ്മൾ ഏറ്റവും ആദ്യം തന്നെ സിങ്ക്, നമ്മൾ ഈ ടൈപ്പ് സിങ്കാണ് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 3 കണക്ഷൻസ് നമ്മൾ കൊണ്ടുവരിക. നോർമൽ പച്ചവെള്ളം, അതായത് ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളം, പിന്നെ മോട്ടർ അടിക്കുന്ന സമയത്ത് വരുന്ന വെള്ളം, പിന്നെ അതുപോലെ അതിന് ചൂടുവെള്ളം. ഇങ്ങനെ 3 ആംഗിൾ കോക്ക് കൊടുക്കാവുന്ന രീതിയിൽ പറയുന്ന സെറ്റ് ചെയ്തിട്ടാലേ നമുക്ക് ഏത് വേണമെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഔട്ട് നമുക്ക് ഏതിൽ വേണമെങ്കിലും കണക്ട് ചെയ്ത് യൂസ് ചെയ്യാനും സാധിക്കും. ഇനി പ്രഷർ പമ്പ് കാര്യങ്ങൾ കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും, ഹൈ പ്രഷറിൽ കാര്യങ്ങൾ ലഭിക്കും. ഇനി പ്രഷർ പമ്പ് ഇല്ല എന്ന് വിചാരിച്ച വിഷയമില്ല, നമ്മളത് പ്രഷർ ഹൈ ലെവലിൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ഇതിന് മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതായത് മുകളിൽ നിന്ന് ഇറങ്ങുന്ന പൈപ്പിൻ്റെ ലെങ്ത്ത് വരുന്ന രീതിയിൽ 2 ഇഞ്ച് പൈപ്പ് നമ്മൾ ഇറക്കി. അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യം നിങ്ങൾ ചാനലിൽ കയറി നോക്കിയാൽ മതി. ഇഷ്ടംപോലെ വീഡിയോസ് നമുക്ക് ഹൈ പ്രഷർ നമുക്ക് വീടുകളിൽ പ്രഷർ പമ്പ് യൂസ് ചെയ്യാൻ നമുക്ക് എങ്ങനെ കിട്ടുമെന്ന് കറക്റ്റായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ ചൂടുവെള്ളം പച്ചവെള്ളം മിക്സ് ചെയ്ത് യൂസ് ചെയ്യാവുന്ന രീതിയിൽ നോബുകളുണ്ട്. അപ്പോൾ ഗ്ലാസ് കഴുകാവുന്ന ഏരിയ ഉണ്ട്, പച്ചക്കറികൾ കഴുകാൻ പറ്റുന്ന ഏരിയ ഉണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഔട്ട് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ഔട്ട് വരുന്നത്. അതിൻ്റെ ട്രാപ്പ് പിന്നെ അതിൻ്റെ കണക്ഷൻസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. 3 ആംഗിൾ കോക്ക് കൊടുക്കാവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാൻ മടിക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. എന്നാൽ മാത്രമേ നമുക്ക് ഇതുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോസ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ, അതുകൂടാതെ ലൈക്ക് കൂടി ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.